ദൈവമേ മിക്സി, ഈശ്വര ഞാൻ എന്തൊക്കെ എടുക്ക ദൈവമേ. ടിവി ചേട്ടാ ഇല്ല ഇങ്ങ. ഹലോ ഗൈസ്, അപ്പൊ നമ്മളിന്ന് പറയാൻ പോകുന്നത് അളിഞ്ഞ അത്രയും വൃത്തികെട്ടൊരു കേസാണ്. വേറെ ഒന്നുമല്ല, സജിനിയുടെ അവിഹിതം. ബാക്കിയെല്ലാം ബിഗ് ബോസിലൊരു ടീമായിരുന്നു. വന്നു ഇവരെല്ലാവരും നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം എ സി റൂം എവിടെയാന്ന് പറഞ്ഞാൽ നമ്മൾ എ സി റൂമിലോട്ട് കയറുന്നു. ദിയാസന ഒരു കവർ എടുക്കുന്നു, പൊടിക്കുന്നു, കുറേ സാധനങ്ങൾ ചെയ്യുന്നു. കവർ എടുക്കുന്നു, പൊടിക്കുന്നു, ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പം തന്നെ ഞാനങ്ങ് ഡെസ്പായി. സത്യം പറഞ്ഞാൽ ഞാൻ MDM ആയിരുന്നു എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിച്ചല്ലോ മുറുക്കാൻ പിടിക്കണ പൊടിയാണെന്ന്. ഇത് റീസെന്റ് ഒരു 4 മാസം പോലും ആയിട്ടില്ല. ഇതപ്പം റീസെന്റ് നടന്നതാ. അങ്ങനെ ഈ സാധനം വന്നിട്ട് ചേട്ടാ അവിടെ വന്ന് എൻ്റെ അടുത്ത് വന്ന് പുള്ളിക്കാരി ഈ സാധനങ്ങൾ ചെയ്യുക പറഞ്ഞു വിട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ ഉടനെ ദിയ എൻ്റെ അടുത്ത് വന്ന് പറയുന്നതാ, സജിന അവരുമായിട്ട് പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടെ, നീ രണ്ടൊന്ന് കുറച്ച് നിങ്ങൾ എടുത്ത് തിന്ന് അങ്ങനെ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞു. പറക്കി തിന്നതും തപ്പല്ല മിച്ചറോ? ഞാൻ പറഞ്ഞു ദിയ നീ എന്തോ പറഞ്ഞു. ഇപ്പം ഒരു വൈൻ കുടിക്കുന്നതാണോ ഒരു ബീർ കുടിക്കുന്നതാണോ അല്ല ഇത് ഭയങ്കര സമയം. എന്നെ ദേവി ഇത് നിർബന്ധിക്കരുത് പ്ലീസ് ദിയ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്തോണ്ട് ചെവി വെച്ചോണ്ട് ഞാൻ അങ്ങ് ഇറങ്ങി. സീരിയസ്ലി ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു ഫേക്ക് ന്യൂസ് ആണ്, ഉഡ്ഡായിപ്പ്. ഞാൻ MDMA ഉപയോഗിച്ചു, ഞാൻ MDMA കൊടുക്കാൻ പ്രേരിപ്പിച്ചു, കൊടുത്തു, ഡീലറാണ്, തിന്നാൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അലിഗേഷൻ എനിക്കെതിരെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കെതിരെ മാത്രമല്ല, ഞാൻ ബിഗ് ബോസ് കണ്ടസ്റ്റൻസുമായി അവരുടെ വീട്ടിൽ പോയി ചെയ്തു എന്നാണ് അവർ നടത്തിയിരിക്കുന്ന ആരോപണം. വീട്ടിൽ പോയിട്ടുള്ളത് ഇന്ന് വരെ എനിക്ക് എന്റെ അറിവിലോ അവരുടെ വീട്ടിലോ ഞാൻ ഇതുവരെയ്ക്കും അത്തരത്തിലൊരു കാര്യം ചെയ്തിട്ടില്ല. സജിന അത്തരത്തിലൊരു കാര്യം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയത്തുമില്ല. സജിന വിചാരിക്കണ്ടോ, പക്ഷെ പറയണ്ടായിരുന്നു. ഇപ്പൊ എന്തായി? സജിന പവനായി ശവമായി. ഉള്ള ഒരാള് അയാള് വേറൊരാളിന്റെ അടുത്ത് റിലേഷൻഷിപ്പ് വയ്ക്കുന്നു. ഈ സ്ത്രീ ആ ഭാര്യയായിട്ടുള്ള ആ സ്ത്രീക്ക് ഒരു കൺസേണും കൊടുക്കാതെ അവര് ചത്താലും കുഴപ്പമില്ല, അവര് ചാവണമെന്നുള്ളതാണ് അവളുടെ ആഗ്രഹം. എന്നിട്ട് അവൾക്ക് അയാളുടെ ലൈഫിൽ കയറി പോകണമെന്ന്. എങ്ങനെയാണ് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് ഈ ഒരു വിഷയത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നത്? അവള് പറഞ്ഞല്ലോ MDMA പേരിലാണ് അവളടുത്ത് പിണങ്ങിയെന്ന്. ഒരിക്കലും അല്ല. ഈ വിഷയം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആദ്യം അവളെ തെറി വിളിച്ചു. നല്ല വൃത്തിക്ക് തന്നെയാണ് ഞാൻ തെറി വിളിച്ചത്. എനിക്ക് അതിനകത്ത് ഇതൊന്നും തോന്നുന്നില്ല. പിന്നെ തെറി വിളിക്കാണ്ട് ഇമാതിരി ഉടായ്പല്ല കാട്ടിക്കൂട്ടണം. നാട്ടുകാരില്ല, ലോക ഉടായ്പാണ്. വ്യാസനയുടെ ഭാഗത്താണ് പിന്നെയും ഒരു വ്യാസനെ സംബന്ധിച്ച് ലഹരി ഉപയോഗിക്കില്ല എന്ന് മാത്രമല്ല അതിനെ പ്രൊമോട്ട് ചെയ്യാത്ത ഒരാളാണ്. ഏതെങ്കിലും തരത്തിൽ അത്തരം വിഷയങ്ങളെ എതിർപ്പോടുകൂടി കാണുകയും അതിനെ അത്തരത്തിലുള്ള പ്രവണത ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാരണം തൂഫാന്റെ ഒക്കെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളൊക്കെയാണ്. ഇടുമ്പോ ഒരു പൊട്ടലുണ്ട്. ഞാൻ അങ്ങനെ ഒരു പൊട്ടൽ പൊട്ടിയിട്ടുമുണ്ട്, അത് നിങ്ങൾ കണ്ടതാ. അതുപോലെ എന്നെ കൊണ്ട് പൊട്ടിക്കരുത്. പിന്നെ ഞാൻ എന്തോന്നിത് ഇനി പല വോയിസ് റെക്കോർഡ് കൊണ്ടുവരും. കാരണം എന്തിനാ പതുക്കെ പേടിക്കാണ്ടിരിക്കി. ഇതിനെന്തിനാ ഇത്ര ടെൻഷൻ അടിച്ച് പറയണേ? കൂളായിട്ട് പറയൂ. ദിയയുടെ MDMന്റെ കാര്യം മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ പറയുന്നു, ദിയ നീ എത്ര വോയിസ് റെക്കോർഡ് കൊണ്ടുവന്നാലും സബ്ജക്ട് മാറ്റണ്ട. നീ ഇപ്പൊ വെല്ലുവിളിച്ചെന്ന് പറഞ്ഞല്ലോ, എവിടെ ഏതൊക്കെയോ വീട് ഞാനൊന്നും കാണാനില്ല. കാരണം ഇച്ചിരി ബിസി ആയിപ്പോയി. അറിയാനേ നേരം ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് ചേച്ചി കാണാണ്ടിരിക്കാൻ നല്ലത്. അപ്പം ദിയ എവിടേക്കോ പറഞ്ഞു അവള് വരാം, ചെക്ക് ചെയ്യാൻ വരാന്ന് പറഞ്ഞു. എന്റെ ദിയ, ഇത് ഞാൻ നാട്ടുകാരെ കേൾപ്പിക്കാനല്ല ഇത് പറയുന്നത്. നാട്ടുകാരെ കേൾപ്പിക്കാനല്ലാണ്ട് പിന്നെ ഈ ഓൺലൈനായിട്ട് ഇങ്ങനെ വീഡിയോ ഇടുന്നു. നിങ്ങൾക്ക് വിളിച്ച് സംസാരിച്ചാൽ പോരെ? ദിയ, നിന്നെ മനസ്സിലാക്കാൻ നീ ഏതൊക്കെ രീതി മൂവ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞാൻ അറിയുന്നു എന്നുള്ള തെളിവാണ്. 2 ദിവസം മുന്നേ ദിയ ഏതൊരു ഡോക്ടറെ വിളിച്ചിട്ട് 3 മാസം മുന്നേ ഒരു സാധനം ഇങ്ങനെ നടന്നത്, അത് ബോഡി കാണോ ചെക്കപ്പ് ചെയ്ത് ഞാൻ കാണോ എന്നൊരു കാര്യം ചോദിച്ചത്, അത് എന്റെ കയ്യിലെത്തിയിട്ടുണ്ട് ദിയ. എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് ടെസ്റ്റ് ചെയ്യാം ഉടനെ തന്നെ. ഈ പറഞ്ഞ വാക്ക് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. എടി വീണ്ടും 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 ഞാൻ പറയുക, നീ വന്ന് ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ മോളെ ഞാൻ നിന്നെ മരണം വരെ വെറുതെ വിടത്തില്ല. അപ്പൊ ഇത്രയ്ക്കുള്ളൂ ഗൈസ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റ. ചാനൽ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.